നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ഇലയുടെ യഥാർത്ഥ ഗുണം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കടുത്ത വേനലിൽ നമ്മുടെ കറിവേപ്പില നല്ലതുപോലെ വളരാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ഈ കരിവേപ്പിലയാണ്. വീട്ടിൽ എളുപ്പത്തിൽ വളർത്താവുന്ന കരിവേപ്പില ഒരു സമ്പൂർണ്ണ കൃഷിരീതിയാണ്. കറിവേപ്പ് വെറും രുചിക്കായി മാത്രമല്ല, ആരോഗ്യത്തിനും വളരെ ഗുണം ചെയ്യും. ഈ ചെടി സാധാരണ വിത്ത് മുളപ്പിച്ചോ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങിയോ നടാവുന്നതാണ്. തൈകൾ വാങ്ങുമ്പോൾ നല്ല ആരോഗ്യമുള്ള തൈകൾ തിരഞ്ഞെടുക്കുക. അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചു നിൽക്കുന്ന തൈകളാണ്. ഇതുപോലെ വേറെ തൈകളും നമ്മുടെ വീട്ടിലുണ്ട്, അത് കാണാം. ഇല്ലാതെ ഒരു കറിയും പൂർണ്ണമല്ല. പക്ഷെ മിക്കവാറും എല്ലാ ആൾക്കാരും പറയുന്നത് വളർത്താൻ ശ്രമിച്ചു പക്ഷേ വാടിപ്പോകുന്നു എന്നാണ്. ഇതിനൊരു പൂർണ്ണ പരിഹാരം ഞാൻ പറയാൻ പോകുന്നത്. ശരിയായ മണ്ണ്, ശരിയായ വെള്ളം, ശരിയായ പരിപാലനം, ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കറിവേപ്പില ചെടിയും തഴച്ചു വളരും. കറിവേപ്പില വേഗം വളരും. ഉയരത്തിൽ വളരാൻ അനുവദിക്കരുത്. ബുഷായി തന്നെ വളർത്തണം. മുകൾ ഭാഗം ഒടിച്ചു കൊടുത്താൽ കൂടുതൽ ചില്ലകൾ വളരും. ഇതോടെ ഇലകൾ കൂടി വരും. ഇലകളിൽ പുഴുക്കൾ കണ്ടാൽ നീം ഓയിൽ സ്പ്രേ ചെയ്യണം. ചെടി നന്നായി വളർന്ന ശേഷം മാത്രം ഇല എടുക്കുക. അത് പറിക്കാതെ ഒടിക്കുകയാണ് ചെയ്യേണ്ടത്. കറിവേപ്പില നല്ല ആരോഗ്യവും പുഷ്ടിയുമായിട്ട് വളരാൻ മാസത്തിലൊരിക്കൽ നമുക്ക് ജൈവവളം കൊടുക്കാം. അതിന് നമുക്ക് മണ്ണെടുക്കണം. മണ്ണ് കുറച്ച് ജൈവവളം, ഒരു പിടി വേപ്പം എല്ലുപൊടി, ഒരു പിടി വേപ്പം പിണ്ണാക്ക്, ഇത്രയും മിക്സ് ചെയ്ത് ഈ കുഴി നന്നായി ഇതിന്റെ മൂട് മണ്ണ് മാറ്റുക. ഇതാണ് കറിവേപ്പിലയുടെ വളപ്രയോഗം. ഇങ്ങനെ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ കറിവേപ്പില നമുക്ക് വർഷങ്ങളോളം ഇല നൽകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി സമൂഹ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.